സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചത്തെ വ്ലോഗാണ്. ഇന്ന് തുടങ്ങി തുടർച്ചയായിട്ട് 7 ദിവസം ബ്രഹ്മമുഹൂർത്ത പൂജ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 4:30 ആയപ്പോൾ തന്നെ കുളിച്ച് റെഡിയായി വന്നു. വിളക്കുകളെല്ലാം ഒരുക്കി തെളിയിച്ചു. അതിനുശേഷം ബ്രഹ്മമുഹൂർത്ത പൂജ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും ചെയ്യുന്നത്. അഭിഷേകങ്ങളെല്ലാം ചെയ്ത് അലങ്കാരങ്ങൾ ചെയ്ത് ധൂപദീപ കർപ്പൂര ആരാധന ചെയ്ത് നിവേദ്യം വെച്ച് താമ്പൂലം വെച്ച് അങ്ങനെയാണ് ഈ പ്രാവശ്യവും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിന് ആദ്യം ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് കൊളുത്തിയത്. കുറച്ച് നാളായിട്ട് എത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്നല്ല, എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഞാൻ തെളിയിക്കാറുണ്ട്. അപ്പോൾ ഇന്നും രാവിലെ ആദ്യം ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് തെളിയിച്ചത്. വിളക്ക് തെളിയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പൂജാമുറിയിൽ വന്ന് വിളക്കുകളെല്ലാം ഒരുക്കി എല്ലാം തെളിയിച്ചത്. അതിനുശേഷം ഗണപതി ഭഗവാനെയും മഹാദേവനെയും അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തതിന് ശേഷം മഹാദേവനെ തട്ടത്തിലും ഗണപതി ഭഗവാനെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദേവിയുടെ അടുത്ത് ഒരു വെറ്റിലയിൽ ഭഗവാനെയും ഇരുത്തി. അതിനുശേഷം ചന്ദനവും കുങ്കുമവും ഒക്കെ ചാർത്തി പിന്നെ കുലദൈവത്തിൻ്റെ കുടം കഴുകി അതിൽ പുതിയ വെള്ളം എടുത്തു. എല്ലാ ദിവസവും വെള്ളം മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ വെള്ളിയാഴ്ചയാണ് ഞാൻ സാധാരണ കുടം തേച്ച് നല്ല വൃത്തിയാക്കി അതിൻ്റെ അകത്ത് പുതിയ വെള്ളം എല്ലാം വെക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം വെറുതെ കഴുകി വെള്ളം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുടമെല്ലാം കഴുകി വൃത്തിയാക്കി കുടത്തിൽ മഞ്ഞളും കുങ്കുമവും ഭസ്മവും പനിനീരും പച്ചക്കർപ്പൂരവും ജവാദും എല്ലാം ഇട്ട് കുലദൈവത്തിൻ്റെ കുടവും എല്ലാം റെഡിയാക്കി. ആദ്യം ദീപപൂജയാണ് ചെയ്തത്. ദീപപൂജ ചെയ്ത് പൂക്കളെല്ലാം സമർപ്പിച്ചു. അതിനുശേഷം എല്ലാവർക്കും ധൂപാരാധന നടത്തി പൂക്കൾ സമർപ്പിച്ചു. അതിനുശേഷം നെയ്ദീപ ആരതി ചെയ്തു. നമ്മൾ അഭിഷേകം ചെയ്യുമ്പോഴും പൂജയുടെ സമയത്തും ആരതി എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നെയ്ദീപ ആരതിയാണ് എടുക്കേണ്ടത്. സാധാരണ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ദീപ ആരതി ചെയ്യേണ്ടത്. നെയ് ദീപമായിട്ടാണ് നമ്മൾ ആരതി ചെയ്യേണ്ടത്. അപ്പോൾ നെയ്ദീപ ആരതി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിവേദ്യം നൽകി അതിനുശേഷം താമ്പൂലം വെച്ചു. താമ്പൂലം വെക്കുമ്പോഴത്തേക്ക് നമ്മൾ 2 വെറ്റില 2 പാക്ക് അങ്ങനെയാണ് വെക്കണം. ഒരു വെറ്റിലയായിട്ട് സാധാരണ വെക്കാറില്ല. ശുഭകാര്യങ്ങൾക്ക് ഒരു വെറ്റില വെക്കാറില്ല എന്നാണ് പറയുന്നത്. 2 വെറ്റില 2 പാക്ക് അല്ലെങ്കിൽ 4 വെറ്റില 2 പാക്ക് അങ്ങനെ വെക്കാം. ഇല്ലെങ്കിൽ വെറ്റില കൂടുതലാണെങ്കിൽ എണ്ണം നോക്കാതെ വെറ്റില വെക്കാമെന്നാണ് പറയുന്നത്. എണ്ണം നോക്കാതെ വെറ്റില വെക്കാം. 2 പാക്ക് അങ്ങനെയായിട്ടാണ് സാധാരണ എൻ്റെ അറിവനുസരിച്ചിട്ട് വെറ്റിലയും പാക്കും വെക്കുന്നത്. അതിനുശേഷം കർപ്പൂര ആരതി ചെയ്തു. കർപ്പൂര ആരതി ചെയ്തതിന് ശേഷം ക്ഷമാപണവും സമർപ്പണ മന്ത്രവും ചൊല്ലി സ്വയം പ്രദക്ഷിണം വെച്ച് പൂജ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യവും 48 ദിവസം ബ്രഹ്മമുഹൂർത്ത പൂജ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ രീതിയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മമുഹൂർത്ത പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ചില ദിവസങ്ങളിൽ താമസിച്ച് പോകും എഴുന്നേൽക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലെല്ലാം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രഹ്മമുഹൂർത്ത പൂജ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്കും കൂടി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇന്ന് ആദ്യത്തെ ദിവസം 7 ദിവസത്തിൽ ആദ്യത്തെ ദിവസം വളരെ വിജയകരമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത പൂജ എല്ലാം ചെയ്തു തീർത്തു. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അല്ലേ. ഈ ബ്രഹ്മമുഹൂർത്ത പൂജയും ഇതുപോലെ തന്നെയാണ്. ഇന്ന് എന്തായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബ്രഹ്മമുഹൂർത്ത പൂജ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്ത പൂജ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബ്രഹ്മമുഹൂർത്ത പൂജ ചെയ്യാമെന്ന് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കാണ് ഒരു പ്ലാൻ ഇട്ടത്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വളരെ സന്തോഷമായിട്ട് പൂജകളെല്ലാം ചെയ്തു തീർക്കാനായിട്ട് പറ്റി. ഇവിടെ പൂവൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് വെളിയിൽ നിന്ന് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ തന്നെ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂവെല്ലാം ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് മടിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസത്തേക്ക് പൂജ ചെയ്യാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത പൂജയുടെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.